സോ ഇവിടെ എഫ് ഓഫ് തീറ്റ ഫൈ എന്ന് പറഞ്ഞാൽ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഫൈ എന്ന് പറയുന്ന ആസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ ആൻഡ് ഫൈ ആണ് അല്ലേ. സോ റേഡിയേഷൻ ഇന്റൻസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ ആൻഡ് ഫൈ. സോ നമുക്ക് ഫൈ എ എഫ് ഓഫ് തീറ്റ കോമ ഫൈ എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ ഫൈ എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. ഫൈ എ ഇസ് എ കോൺസ്റ്റന്റ് ഹിയർ ആൻഡ് എഫ് ഓഫ് തീറ്റ കോമ ഫൈ എന്ന് പറയുന്നത് എന്ത് വരും, തീറ്റ കോമ ഫൈ, ദാറ്റ് ഇസ് എന്ത് വരും, ഫൈ ഈസ് എ എനി ഫംഗ്ഷൻ ഓഫ് തീറ്റ ആൻഡ് ഫൈ. എനി ഫംഗ്ഷൻ ഓഫ് തീറ്റ ആൻഡ് ഫൈ. ഓക്കെ, തീറ്റയുടെയും ഫൈയുടെയും ഏതെങ്കിലും ഒരു ഫംഗ്ഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് എഫ് ഓഫ് തീറ്റ കോമ ഫൈ. ആൻഡ് ഫൈ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് റേഡിയേഷൻ ഇന്റൻസിറ്റി ഫൈ എന്ന് പറയുന്നത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും, ഫൈ എ എഫ് ഓഫ് തീറ്റ കോമ ഫൈ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഓൾസോ ഇൻ ജനറൽ ദ ടോട്ടൽ പവർ റേഡിയേറ്റഡ് ഈസ് ഗിവൺ ബൈ ഇക്വേഷൻ 6.19. ഓക്കെ, ദിസ് ഇക്വേഷൻ, ഫ്രം ദിസ് ഇക്വേഷൻ നമുക്ക് എന്താണ്, ടോട്ടൽ പവർ റേഡിയേറ്റഡ് ഡബ്ല്യു ആർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 5d റോ വാട്ട്സ് ആയിരുന്നു. സോ ദിസ് ക്യാൻ ബി എന്താണ്, നമ്മുടെ ടോട്ടൽ പവർ റേഡിയേറ്ററിന് നമുക്ക് ഇതിന്റെ ടേംസിൽ എഴുതുവാണെങ്കിൽ ടോട്ടൽ പവർ റേഡിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു ആർ ദറ്റ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡബ്ല്യു ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, ഡബ്ല്യു ആർ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 5d അല്ലെ, 5d ആയിരുന്നു. സോ ഫൈ എന്ന് പറഞ്ഞാൽ ഫൈ എ എന്താണ്, ഫൈ എ എഫ് ഓഫ് തീറ്റ കോമ ഫൈ. ഓക്കെ, എഫ് ഓഫ് തീറ്റ കോമ ഫൈ ദെൻ ഡി റോ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, സോ ഡബ്ല്യു ആർ ഈസ് ഈക്വൽ ടു എന്താണ്, ഇന്റഗ്രൽ ഫൈ എ എഫ് ഓഫ് തീറ്റ കോമ ഫൈ ഡി റോ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഇസ് ഡബ്ല്യു ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റഗ്രൽ ഫൈ എ എഫ് ഓഫ് തീറ്റ കോമ ഫൈ ദെൻ ഡി റോ വിൽ ബി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, സൈൻ തീറ്റ ഡി ഫൈ. ഓക്കെ, സൈൻ തീറ്റ ഡി ഫൈ. ഡി റോ ക്യാൻ ബി represented as സൈൻ തീറ്റ ഡി ഫൈ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ഈ ഫംഗ്ഷൻ വേരി ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു തീറ്റ ആൻഡ് ഫൈ ആണ്. സോ ദാറ്റ് ഡി റോ എന്ന് പറയുന്നത് എന്തായി മാറിയത് സൈൻ തീറ്റ സൈൻ ഡി തീറ്റ ഡി ഫൈ ആയത്. ഓക്കെ, സൈൻ ഡി തീറ്റ ഡി ഫൈ, സൈൻ ഡി തീറ്റ ഡി ഫൈ. ദെൻ സോ ഇനി നമുക്ക് അപ്പോൾ നമ്മൾ റേഡിയേഷൻ ഇന്റൻസിറ്റി ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സോ ദെൻ പവർ എന്താണെന്ന് പഠിച്ചു, പവർ പോയിന്റിംഗ് വെക്ടർ, അതേപോലെ തന്നെ പവർ ക്രോസിംഗ് ആൻഡ് ഏരിയ. ഓക്കെ, ടോട്ടൽ പവർ റേഡിയേറ്റഡ് എന്താണെന്ന് പഠിച്ചു, പവർ പെർ യൂണിറ്റ് ഏരിയ എന്താണെന്ന് പഠിച്ചു. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നതെങ്കിൽ നമ്മൾ പോകുന്നത് ഗെയിൻ എന്താണെന്നാണ്. ഓക്കെ, ഗെയിൻ ഓഫ് ആൻ ആൻറ്റിന. ഓക്കെ, ഗെയിൻ ഓഫ് ആൻ ആൻറ്റിന എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ഗെയിൻ ഓഫ് ആൻ ആൻറ്റിന എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻറ്റിന ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏരിയ ഓഫ് സ്റ്റഡിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗെയിൻ എന്ന് പറയുന്നത്. സോ ദ ഗെയിൻ ഓഫ് ആൻ ആൻറ്റിന ഈസ് എ ബേസിക് പ്രോപ്പർട്ടി വിച്ച് ഇസ് ഫ്രീക്വൻറ്റ്ലി യൂസ്ഡ് ആസ് ഫിഗർ ഓഫ് മെറിറ്റ്. ഓക്കെ, ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പേര് അല്ലെങ്കിൽ വേറൊരു റെപ്രസെൻറ്റേഷൻ ആണ് എന്ത്, ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് അതിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഗെയിൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ആൻറ്റിനയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് ഗെയിൻ. ആൻഡ് ഗെയിനെ ബേസ് ചെയ്തിട്ടാണ് ആൻറ്റിനയുടെ അതായത് ആൻറ്റിനയുടെ എഫിഷ്യൻസി അങ്ങനെ വർക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ഗെയിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ, ഗെയിൻ. ഓക്കെ, ദെൻ gain is closely associated with directivity and directivity itself depends entirely upon the shape of radiation patterns of an antenna. Okay, അപ്പോൾ gain എന്ന് പറയുന്നത് എന്താണ്, gain എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക് പ്രോപ്പർട്ടി ആണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫിഗർ ഓഫ് മെറിറ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. ആൻഡ് ഗെയിൻ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു വാട്ട്, gain is closely related to directivity and directivity depends on directivity depends entirely on the shape of the radiation patterns. Radiation patterns ന്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു.
ഓക്കെ, അപ്പം ഗെയിൻ ഡയറക്ടിവിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. ആൻഡ് ഡയറക്ടിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഷേപ്പ് ഓഫ് ദി റേഡിയേഷൻ പാറ്റേൺ. റേഡിയേഷൻ പാറ്റേണിൻ്റെ ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡയറക്ടിവിറ്റി എന്ന് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് ആൻ ആൻറ്റിന ഓർ ആൻറ്റിന സിസ്റ്റം ടു കോൺസെൻട്രേറ്റ് ദ റേഡിയേറ്റഡ് പവർ ഇൻ എ ഗിവൺ ഡയറക്ഷൻ ഓർ കോൺവേഴ്സ്ലി ടു അബ്സോർബ് effectively the incident power from that direction is specified by various antenna terms. Example, antenna gain or simply gain or directive gain or power gain or directivity. Okay, അപ്പോൾ ഗെയിൻ എന്താണെന്ന് ഒരു ഡെഫിനേഷനാണ് പറഞ്ഞത്. എന്താണ്? എബിലിറ്റി ഓഫ് ആൻ ആൻറ്റിന ഓർ ആൻറ്റിന സിസ്റ്റം ടു കോൺസെൻട്രേറ്റ് ദ റേഡിയേറ്റഡ് പവർ ഇൻ എ ഗിവൺ ഡയറക്ഷൻ ഓർ കോൺവേഴ്സ്ലി ടു അബ്സോർബ് എഫക്റ്റീവ്ലി ദ ഇൻസിഡൻറ്റ് പവർ ഫ്രം ദി ഡയറക്ഷൻ ഫ്രം ദാറ്റ് ഡയറക്ഷൻ ഈസ് സ്പെസിഫൈഡ് ബൈ വേരിയസ് ആൻറ്റിന ടേംസ്. ആ ടേംസ് എന്തൊക്കെയാണ്? ആൻറ്റിന ഗെയിൻ ആകാം, അല്ലെങ്കിൽ പവർ ഗെയിൻ ആകാം, സിംപ്ലി ഡയറക്റ്റീവ് ഗെയിൻ അല്ലെങ്കിൽ സിംപ്ലി ഗെയിൻ ആകാം, ദെൻ ഡയറക്റ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ആൻറ്റിനയുടെ കഴിവാണ്. എന്തിനുള്ള കഴിവാണ്? ടു കോൺസെൻട്രേറ്റ് ദി റേഡിയേറ്റഡ് പവർ. ഓക്കെ, അതായത് റേഡിയേറ്റ് ചെയ്യുന്ന പവർ ഒരു ഡയറക്ഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആവശ്യം, നമ്മൾ ഇൻറ്റൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ദിസ് ഡയറക്ഷൻ ആണെങ്കിൽ ഈ ഡയറക്ഷനിലേക്ക് മാത്രം ആൻറ്റിനയുടെ റേഡിയേറ്റ് ചെയ്യുന്ന പവർ അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്ന എനർജി ഈ ഡയറക്ഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എന്താണ് കഴിവ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗെയിൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇനി റിസീവിങ് സെക്ഷനിൽ നിന്നാണെങ്കിൽ ഒരു ഡയറക്ഷനിൽ നിന്ന് മാത്രം വരുന്ന റേഡിയേഷൻസ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ നിന്ന് മാത്രം വരുന്ന പവർ അല്ലെങ്കിൽ എനർജി നമുക്ക് ആവശ്യമുള്ളൂ, ആൻറ്റിനയ്ക്ക് റിസീവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ആ ഡയറക്ഷൻസിൽ നിന്ന് മാത്രം റിസീവ് ചെയ്യാനായിട്ടുള്ള ആ കഴിവ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗെയിൻ എന്ന് പറയുന്നത്. സോ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എബിലിറ്റി ഓഫ് ആൻ ആൻറ്റിന ഓർ ആൻറ്റിന സിസ്റ്റം to concentrate the radiated power in a given direction or conversely to absorb effectively the incident power from that direction is specified by various antenna terms. Antenna terms ഏതൊക്കെയാണ്? ആൻറ്റിന ഗെയിൻ അല്ലെങ്കിൽ സിംപ്ലി ഗെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഡയറക്റ്റീവ് ഗെയിൻ എന്ന് പറയാം, ഓർ പവർ ഗെയിൻ ഓർ ഡയറക്റ്റിവിറ്റി. ഓക്കെ, അപ്പം ഗെയിൻ ആൻറ്റിന ഗെയിൻ, പിന്നെന്താ? പിന്നെ ഏത് ടേമാണ്? ഡയറക്റ്റീവ് ഗെയിൻ, ദെൻ ഡയറക്റ്റിവിറ്റി, ഓർ സിംപ്ലി നമുക്കിങ്ങനെ പറയാം പവർ ഗെയിൻ. സോ ഈ ടേംസ് എല്ലാം നമ്മൾ ഗെയിനിന് പകരം യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ്? ആൻറ്റിന ഗെയിൻ, സിംപ്ലി ഗെയിൻ അല്ലെങ്കിൽ ഡയറക്റ്റീവ് ഗെയിൻ, പവർ ഗെയിൻ, ഡയറക്റ്റിവിറ്റി. സിൻസ് ദി ആൻറ്റിന ഈസ് എ പാസീവ് എലമെന്റ്, ദസ് ഗെയിൻ ഓഫ് ആൻ ആൻറ്റിന ഈസ് നോട്ട് the same as the gain of an amplifier, in which case it is the ratio of output to input. Okay, ആൻറ്റിന എന്ന് പറയുന്നത് എന്താണ്? ഒരു പാസീവ് എലമെന്റ് ആണ് അല്ലെ. ആൻറ്റിന എന്ന് പറയുന്ന ഒരു പാസീവ് എലമെന്റ് ആണ്. ആൻറ്റിനയുടെ ഗെയിൻ എന്ന് പറയുന്നത് എന്തല്ല? ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ. ആംപ്ലിഫയറിന്റെ ഗെയിന് ഈക്വൽ അല്ല. ആംപ്ലിഫയറിന്റെ ഗെയിനൊക്കെ നമ്മൾ എങ്ങനെ പറയുന്നത്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്നൊക്കെ പറയും അല്ലേ. പക്ഷെ ആൻറ്റിനയുടെ ഗെയിൻ ഈസ് നോട്ട് ഇക്വലന്റ് ടു ദാറ്റ് ഓഫ് ഗെയിൻ ഓഫ് ദി ആംപ്ലിഫയർ. സോ the term passive means a system or device which functions only when acted upon by an external signal, whereas the term active means a system device which generates its own signal. Okay, നമ്മൾ ഇലക്ട്രോണിക്സ് ബേസിക്സ് പഠിക്കുമ്പോഴൊക്കെ നമുക്ക് അറിയാം ആക്റ്റീവ് ഡിവൈസ് എന്താണ്, പാസീവ് ഡിവൈസസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളൊരു എക്സ്റ്റേണൽ പവർ കൊടുത്താൽ മാത്രമാണ് അതിന് എന്തെങ്കിലും ഒരു സിഗ്നലിന് ജനറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് എന്താ ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, ഇപ്പോൾ പാസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ സിഗ്നൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ പവർ അപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമാണ് അത് വർക്കിംഗ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആക്റ്റീവ് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് അതിൻ്റെ തന്നെ സിഗ്നൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിനൊരു എക്സ്റ്റേണൽ പവറിൻ്റെയോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സിഗ്നലിൻ്റെ ആവശ്യമില്ല. സോ നമ്മുടെ ആൻറ്റിന എന്ന് പറയുന്നത് ഒരു പാസീവ് ഡിവൈസ് ആണ്, ആക്റ്റീവ് അല്ല. സോ ആൻറ്റിന എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഗെയിൻ ഈസ് നോട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ആൻ ആംപ്ലിഫയർ. ആംപ്ലിഫയറിൻ്റെ ഗെയിനുമായിട്ട് സിമിലർ അല്ല ആൻറ്റിനയുടെ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ,
Then therefore in the case of an antenna, gain is a relative term in which actual antenna is compared with a reference antenna. അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് ആൻറ്റിനയുടെ കേസിൽ ഗെയിൻ എന്ന് പറയുന്നത് സിംപ്ലി ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ആൻറ്റിന എന്ന് പറയുന്ന ഒരു പാസീവ് ഡിവൈസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്റ്റീവ് ഡിവൈസ്. ആംപ്ലിഫയറിൻ്റെ ഒക്കെ കേസിൽ നമുക്ക് ഗെയിൻ പറയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എടുത്താൽ മതി. സോ ആൻറ്റിനയുടെ കേസിൽ അത് പോസിബിൾ അല്ല. ആൻഡ് ആൻറ്റിനേനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആൻറ്റിനേനെ ഗെയിൻ പറയാൻ വേണ്ടിയിട്ട് അതൊരു റിലേറ്റീവ് ടേം ആണ്. ആൻറ്റിനയുടെ കേസിൽ ഗെയിൻ എന്ന് പറയുന്ന ഒരു റിലേറ്റീവ് ടേം ആണ്. സോ നമ്മൾ ആൻറ്റിനേനെ എന്ത് ചെയ്യാണ്? ഒരു കമ്പാരിസൺ ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ക്വാളിറ്റേറ്റീവ്ലി നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ ആക്ച്വൽ ആൻറ്റിനയെ നമ്മൾ എന്ത് ചെയ്യുന്നു? റെഫറൻസ് ആൻറ്റിനയായിട്ട് എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം ഗെയിൻ എന്ന് പറയുന്നത് ആൻറ്റിനയുടെ കേസിൽ ഒരു റിലേറ്റീവ് ടേം ആണ്. സോ നമ്മളിവിടെ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ആക്ച്വൽ ആൻറ്റിനയെ നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുന്നു വിത്ത് എ റെഫറൻസ് ആൻറ്റിന. ഒരു റെഫറൻസ് ആൻറ്റിനയായിട്ട് കമ്പയർ ചെയ്യുന്നു. ദെൻ ദ റെഫറൻസ് ആൻറ്റിന നോർമലി യൂസ്ഡ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ ലോസ്ലെസ് ഐസോട്രോപിക് റേഡിയേറ്റർ. അപ്പോൾ നാം പറഞ്ഞായിരുന്നു ഐസോട്രോപിക് റേഡിയേറ്റർ പറഞ്ഞായിരുന്നു ഐസോട്രോപിക് റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോത്തറ്റിക്കൽ ആണ്. ഇറ്റ് ഈസ് നോട്ട് റിയൽ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. സോ നമ്മൾ തിയററ്റിക്കലി അതിനെ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റെഫറൻസ് ആൻറ്റിനയായിട്ടാണ് മെയിനായിട്ടും എന്ത് യൂസ് ചെയ്യുന്നത്? ഐസോട്രോപിക് റേഡിയേറ്റർ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ആക്ച്വൽ ആൻറ്റിനയുടെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഫറൻസ് ആൻറ്റിനയായിട്ടാണ് നമ്മൾ എന്തിനെ യൂസ് ചെയ്യുന്നത്? ഐസോട്രോപിക് റേഡിയേറ്ററിനെ യൂസ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ നമ്മൾ ഇവിടെ റെഫറൻസ് ആൻറ്റിനയായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഒന്നുകിൽ ഒരു ലോസ്ലെസ് ഐസോട്രോപിക് റേഡിയേറ്റർ, അല്ലെങ്കിൽ എന്താണ് ഒരു ആൻറ്റിന വിച്ച് റേഡിയേറ്റ്സ് യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷൻസിലും യൂണിഫോംലി റേഡിയേറ്റ് ചെയ്യുന്ന ഒരു ആൻറ്റിനയാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഓൾദോ ഹാഫ് വേവ് ഡൈപോൾ ഈസ് ഓൾസോ സംടൈംസ് യൂസ്ഡ് ആസ്, ഞാൻ ഐസോട്രോപിക് റേഡിയേറ്റർ പറഞ്ഞായിരുന്നു റെഫറൻസ് ആൻറ്റിനയായിട്ട് നമ്മൾ പ്രിഫറബിൾ ആയിട്ടുള്ളത് ഏതാണ്? ഐസോട്രോപിക് റേഡിയേറ്റർ ആണ്. ആൻഡ് ചില സമയങ്ങളിൽ നമ്മൾ ഐസോട്രോപിക് റേഡിയേറ്റർ കൂടാതെ ഹാഫ് വേവ് ഡൈപോളിനെയും റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, used as reference antenna, but isotropic antenna as reference antenna is preferred. Preferable ഏതാണ്? മോസ്റ്റ് പ്രിഫേർഡ് റെഫറൻസ് ആൻറ്റിന എന്ന് പറയുന്നത് ഏതായിരിക്കും? ഐസോട്രോപിക് റേഡിയേറ്റർ ആയിരിക്കും. ഹാഫ് വേവ് ഡൈപോളിനേക്കാളും പ്രിഫറൻസ് കൂടുതൽ എന്തിനാണ്? റെഫറൻസ് ആൻറ്റിനയായിട്ട്. എന്തിനായിരിക്കും? ഐസോട്രോപിക് റേഡിയേറ്ററിനായിരിക്കും. If all the available power is radiated in a desired direction, then naturally there is a gain in that direction. This gain of antenna may be defined in any one of the following way. Okay, അപ്പോൾ ഒരു ഡിസൈഡ് ഡയറക്ഷനിലാണ് നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള പവർ മുഴുവനും നമുക്കൊരു ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ആ ഗെയിൻ എന്ന് പറയുന്നത് ദർ ഇസ് എ ഗെയിൻ ഇൻ ദാറ്റ് ഡയറക്ഷൻ. ആ ഡയറക്ഷനിൽ ആൻറ്റിനയ്ക്ക് എന്തുണ്ട്? ഒരു ഗെയിൻ ഉണ്ട് അല്ലേ? നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഡയറക്ഷനിലേക്കായിരുന്നു ഇപ്പോൾ ഒരു ഡയറക്ഷനിൽ ഒരു ഇൻറ്റൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മുടെ പവർ മുഴുവൻ റേഡിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഡയറക്ഷനിൽ നമുക്ക് എന്തുണ്ട്? ആൻറ്റിനയ്ക്ക് ഒരു ഗെയിൻ ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഗെയിൻ ഓഫ് ആൻ ആൻറ്റിന മേ ബി ഡിഫൈൻഡ് ഇൻ എനി ഓഫ് ദി ഫോളോവിങ് വേ. അപ്പോൾ ഗെയിൻ ഓഫ് ആൻറ്റിനയെ മെഷർ ചെയ്യാനായിട്ടുള്ള കുറച്ച് വേസ് ആണ് ഇനി പറയാൻ പോകുന്നത്. സോ ദർ ആർ certain ways to represent the gain of antenna or measure the gain of antenna. First one ആണ് the gain of antenna without involving the antenna efficiency, defined as the ratio of maximum radiation intensity in given direction to the maximum radiation intensity from a reference antenna produced in the same direction with the same power input. Okay, അപ്പോൾ ഫസ്റ്റ് ഒരു മെഷർമെൻ്റ് ആണ്. ഫസ്റ്റ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് എന്ന് നമുക്ക് പറയാം. ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫ്രം സബ്ജക്റ്റ് ഓർ ടെസ്റ്റ് ആൻറ്റിന ഡിവൈഡഡ് ബൈ മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫ്രം എ റെഫറൻസ് ആൻറ്റിന വിത്ത് സെയിം പവർ ഇൻപുട്ട്. അപ്പോൾ സെയിം പവർ ഇൻപുട്ട് നമ്മൾ റെഫറൻസ് ആൻറ്റിനയ്ക്കും കൊടുക്കുന്നു, നമ്മുടെ ആക്ച്വൽ ആൻറ്റിന അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൻറ്റിനയ്ക്കും കൊടുക്കുന്നു. സോ രണ്ടിൽ നിന്നും കിട്ടുന്ന മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി. ഓക്കെ, മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഗെയിൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് ഗെയിൻ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫ്രം സബ്ജക്റ്റ് ഓർ ടെസ്റ്റ് ആൻറ്റിന ടു മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫ്രം എ റെഫറൻസ് ആൻറ്റിന വിത്ത് സെയിം പവർ ഇൻപുട്ട്.
ഓക്കെ, അപ്പോൾ ഗെയിൻ ഓഫ് ആൻറ്റിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിത്തൗട്ട് ഇൻവോൾവിങ് ആൻറ്റിന എഫിഷ്യൻസി. ആൻറ്റിന എഫിഷ്യൻസി ഇൻവോൾവ് ചെയ്യാതെ ഗെയിൻ ഓഫ് ആൻറ്റിന എന്ന് പറയുന്നത് എന്താണ്? റേഷ്യോ ഓഫ് മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഇൻ എ ഗിവൺ ഡയറക്ഷൻ ടു ദി മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫ്രം എ റെഫറൻസ് ആൻറ്റിന produced in the same direction with the same power input. Okay, symbolically നമുക്കിങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫ്രം ദി ടെസ്റ്റ് ആൻറ്റിന ഡിവൈഡഡ് ബൈ മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫ്രം ദി റെഫറൻസ് ആൻറ്റിന വിത്ത് സെയിം ഇൻപുട്ട് ആൻഡ് മെഷർ ചെയ്യുന്ന ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം? സെയിം ഡയറക്ഷനിൽ ആയിരിക്കണം. ഓക്കെ, here effect of losses are involved in both the subject antenna and the reference antenna. അപ്പോൾ നമുക്ക് ലോസസ് ഉണ്ടാകും അല്ലേ? ഒരു ആൻറ്റിനയിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന മുഴുവൻ പവറും ഒരു ഡയറക്ഷനിൽ തന്നെ പോകുമൊന്നുമില്ല. ദർ വിൽ ബി സം ലോസസ് ഉണ്ടാകും, അവിടെ ലോസസ് ഉണ്ടാകും. സോ ഇഫക്റ്റ് ഓഫ് ലോസസ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട് ബോത്ത് ഇൻ ദി കേസ് ഓഫ് ടെസ്റ്റ് ആൻറ്റിന അല്ലെങ്കിൽ സബ്ജക്റ്റ് ആൻറ്റിന ആൻഡ് ഇൻ ദ കേസ് ഓഫ് റെഫറൻസ് ആൻറ്റിന. ഓക്കെ, റെഫറൻസ് ആൻറ്റിനയുടെ കേസിലും എന്താണ്, സബ്ജക്റ്റ് ആൻറ്റിനയുടെ കേസിലും നമുക്ക് ലോസസ് ഉണ്ടാകും. സോ when reference antenna is taken as isotropic antenna having 100% efficiency, then gain of subject antenna is denoted by G naught instead of G and is known as gain with respect to isotropic antenna. So നമ്മുടെ റെഫറൻസ് ആൻറ്റിന എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുന്നത് എന്തായിട്ടാണ്? ഒരു ഐസോട്രോപിക് ആൻറ്റിന ആയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. സോ നമ്മുടെ റെഫറൻസ് ആൻറ്റിന എന്ന് പറയുന്നത് ഒരു ഐസോട്രോപിക് ആൻറ്റിനയാണ്. സോ നമ്മുടെ റെഫറൻസ് ആൻറ്റിനയുടെ ഗെയിൻ എന്ത് വരും? 100% എഫിഷ്യൻസി ആയിരിക്കും എന്തിനുള്ളത്? റെഫറൻസ് ആൻറ്റിനയ്ക്കുള്ളത്. സോ ഗെയിൻ ഓഫ് സബ്ജക്റ്റ് ആൻറ്റിന അന്നേരം നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? G നോട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ G എന്ന് പറയുന്നത് റെഫറൻസ് ആൻറ്റിന എന്തായിപ്പോ? റെഫറൻസ് ആൻറ്റിന ഐസോട്രോപിക് ആൻറ്റിന ആയപ്പോൾ G എന്ന് പറയുന്നത് എന്തായി? G നോട്ടായി. ഓക്കെ, G നോട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യാം. ദെൻ അതിനെ എന്തെന്നാണ് പറയുന്നത്? ആ ഗെയിൻ എന്തെന്നാണ് പറയുന്നത്? ഗെയിൻ വിത്ത് റെസ്പെക്ട് ടു ഐസോട്രോപിക് ആൻറ്റിന. അപ്പൊ G നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗെയിൻ വിത്ത് റെസ്പെക്ട് ടു ഐസോട്രോപിക് ആൻറ്റിന. എല്ലാം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൺഫ്യൂസിങ് ആയിരിക്കും ചിലപ്പോൾ, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ ഈ സബ്ജക്റ്റ് കുറച്ച് ബോറിംഗ് ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും, ബട്ട് ശ്രദ്ധിച്ച് ഓരോന്ന് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചാൽ മതി. ഓക്കെ, ദെൻ ഹിയർ നമ്മൾ പറഞ്ഞത് G ആണ്. G ഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് ആൻറ്റിന. ഓക്കെ, ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എന്താണ് എടുക്കുന്നത്? ഐസോട്രോപിക് ആൻറ്റിനയാണ് എടുക്കുന്നത്. ആൻഡ് ഐസോട്രോപിക് ആൻറ്റിനയുടെ കേസിൽ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഹാവിങ് 100% എഫിഷ്യൻസി എന്നാണ്. സോ നമ്മൾ ഐസോട്രോപിക് ആൻറ്റിന റെഫറൻസ് ആൻറ്റിന ആയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ G എന്ന് പറയുന്നത് എന്തെന്ന് റെപ്രസെന്റ് ചെയ്യണം? G നോട്ട് എന്ന് റെപ്രസെന്റ് ചെയ്യണം. ആൻഡ് G നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗെയിൻ വിത്ത് റെസ്പെക്ട് ടു ഐസോട്രോപിക് ആൻറ്റിന. ഓക്കെ, സിമ്പിൾ ആണ്. ജസ്റ്റ് കൺഫ്യൂസിങ് ആകാതെ പഠിച്ച് മനസ്സിലാക്കി അങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഗെയിൻ G നോട്ട് എന്ന് പറഞ്ഞാൽ എന്തുവരും? മാക്സിമം റേഡിയേഷൻ ഇന്റൻസിറ്റി ഫ്രം ടെസ്റ്റ് ആൻറ്റിന ഡിവൈഡഡ് ബൈ റേഡിയേഷൻ ഇന്റൻസിറ്റി ഫ്രം ഐസോട്രോപിക് ആൻറ്റിന വിത്ത് സെയിം പവർ ഇൻപുട്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയായിരിക്കണം? രണ്ട് ആൻറ്റിനയ്ക്കും സെയിം പവർ ആയിരിക്കണം ഇൻപുട്ട് ചെയ്ത് കൊടുത്തിരിക്കേണ്ടത്. ദെൻ രണ്ടും മെഷർ ചെയ്യുന്ന ഡയറക്ഷൻ എന്തായിരിക്കണം? സെയിം തന്നെ ആയിരിക്കണം. സോ നമുക്ക് ഈസി ആയിട്ട് ഇത് ഡിഫൈൻ ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ? എന്തെന്ന് പറഞ്ഞ ഗെയിൻ എന്ന് പറയുന്നത് മാക്സിമം ഇന്റൻസിറ്റി റേഡിയേഷൻ ഇന്റൻസിറ്റി ഓഫ് ദി maximum radiation intensity of the test antenna divided by maximum radiation intensity of the reference antenna ആണ് with the same power input. Then reference antenna isotropic radiator ആണെങ്കിൽ എന്ത് വരും? gain with respect to isotropic antenna എന്ന് വരും. that is denoted as G naught എന്ന് നമുക്ക് denote ചെയ്യാൻ പറ്റും. and it is given by maximum radiation intensity of the test from the test antenna divided by maximum radiation intensity from the isotropic radiator. isotropic radiator പറയുമ്പോൾ മാക്സിമം പറയേണ്ട കാര്യമില്ല, കാരണം അവിടെ റേഡിയേഷൻ ഇന്റൻസിറ്റി മാക്സിമം ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ വിത്ത് സെയിം പവർ ഇൻപുട്ട്. ഓക്കെ, സോ ഹിയർ നമുക്ക് G നോട്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. G നോട്ട് ഇസ് ഈക്വൽ ടു G നോട്ട് മാത്തമാറ്റിക്കലി നമുക്ക് അല്ലെങ്കിൽ സിംബോളിക്കലി നമുക്ക് അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം 5m.
എന്താണ് ഫൈ എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ഇന്റൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഫൈം ഡാഷ് ഡിവൈഡഡ് ബൈ ഫൈ നോട്ട്. ഫൈ നോട്ട് എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ഇന്റൻസിറ്റി ഓഫ് ദി ഐസോട്രോപിക് ആന്റിന. ഓക്കെ, റേഡിയേഷൻ ഇന്റൻസിറ്റി ഫ്രം ദി ഐസോട്രോപിക് ആന്റിന. ആൻഡ് ഫൈം ഡാഷ് എന്ന് പറഞ്ഞാലോ മാക്സിമം റേഡിയേഷൻ ഫ്രം ടെസ്റ്റ് ആന്റിന. ടെസ്റ്റ് ആന്റിനയിൽ നിന്നുള്ള മാക്സിമം റേഡിയേഷൻ ആണ് എന്ന് പറയുന്നത് ഫൈം ഡാഷ് എന്ന് പറയുന്നത്. ഫൈ നോട്ട് ഈസ് ദി റേഡിയേഷൻ ഇന്റൻസിറ്റി ഫ്രം lossless isotropic antenna. So this definition is forward for microwave antennas. ഈ ഡെഫിനേഷൻ നമ്മൾ മൈക്രോവേവ് ആന്റിനാസിന് ഫേവറബിൾ ആണെന്നാണ് പറയുന്നത്. സോ മൈക്രോവേവ് ഒക്കെ നമുക്ക് ഇനി അടുത്ത സബ്ജക്ട്സ് ആണ്. സോ മൈക്രോവേവ് ആന്റിനാസിൽ നമുക്ക് ഈ ഡെഫിനേഷൻ ഫേവറബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ since gain denotes concentration of energy, the high value of gain are associated with narrow beam width. Okay, to be discussed. നമ്മൾ പറയാം, അതായത് ഞാൻ പറഞ്ഞിരുന്നു ഈ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഒക്കെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗെയിൻ ഡയറക്ടിവിറ്റി ഒക്കെ ഇവിടെ നമ്മൾ പറഞ്ഞു ഗെയിൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റേഡിയേഷൻ ഷേപ്പ് ഓഫ് ദി റേഡിയേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞായിരുന്നു. സോ നമ്മുടെ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അന്നേരം ഇങ്ങനെ നാരോ ആയിരിക്കും. ഹൈ ഗെയിൻ ആണെങ്കിൽ റേഡിയേഷൻ പാറ്റേൺ വിൽ ബി നാരോ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒന്നും ആലോചിക്കണ്ട. സോ ഇതാണ് നമ്മുടെ ആന്റിന എങ്കിൽ ദിസ് വിൽ ബി എന്താ ഈ ഡയറക്ഷൻ, ഇങ്ങനെ എല്ലാം ഒരു ഡയറക്ഷനിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിന്റെ വിഡ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ എന്താണ് സ്പ്രെഡ് ഔട്ട് ആയി പോകും അല്ലേ. ഇങ്ങനെ വിഡ്ത്ത് കൂടിയിട്ടുണ്ടെങ്കിൽ സ്പ്രെഡ് ഔട്ട് ആയി പോകും. പക്ഷെ നമ്മുടെ എയിം എന്ന് പറയുന്നത് ഒരു പോയിന്റിലേക്ക് തന്നെ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സോ ദിസ് വിൽ ബി ലൈക്ക് എന്താണ് ഒരു നാരോ ബീം ആയിരിക്കും ഡയറക്ടിവിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഡയറക്ടിവിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡയറക്ടിവിറ്റി കൂടുതലാണെങ്കിൽ ദി റേഡിയേഷൻ പാറ്റേൺ വിൽ ബി നാരോ ബീം. ഓക്കെ, ദി ഗെയിൻ ആർ അസോസിയേറ്റഡ് വിത്ത് നാരോ ബീം വിഡ്ത്ത്. ഓക്കെ, ഹൈ ഗെയിൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നാരോ ബീം വിഡ്ത്ത് ആയിരിക്കും. ഫർദർ ദ ഗെയിൻ ഓഫ് ആൻ ആന്റിന ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു, ഞാൻ പറഞ്ഞായിരുന്നു ഡയറക്ടിവിറ്റി. ഓക്കെ, ഡയറക്ടിവിറ്റി എന്താണ് നമ്മൾ പറയും ഇനി. സോ ഗെയിൻ ഓഫ് ദി ആന്റിന റിലേറ്റഡ് ടു ഡയറക്ടിവിറ്റി, ഇതൊക്കെ നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിക്കും. സോ എന്താണ് ഹൈ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് എന്താണ്, നാരോ ബീം വിഡ്ത്ത്. ഓക്കെ, നാരോ ബീം വിഡ്ത്ത്. ഫിഗർ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഹൈ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുവരും, നമ്മുടെ ആന്റിനയെ എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ഹൈ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൈനർ ലോബ്സ് വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഹൈ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബീം വിഡ്ത്ത് എന്തായിരിക്കും, ഇതാണ് നമുക്കിങ്ങനെ ഇവിടെ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന പവറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ദിസ് ക്യാൻ ബി റെപ്രസെന്റ് റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് അതാണ്. സോ നമുക്ക് അതൊരു പോയിന്റിലേക്കാണ് അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ വരണം, ഇതിന്റെ വിഡ്ത്ത് കുറച്ചും കൂടെയും കുറഞ്ഞ് ഇങ്ങനെ വരണം അല്ലെ, പോയിന്റിങ് ആയിട്ട് വരണം. സോ നമ്മൾ ഹൈ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുവരും, ഈ വിഡ്ത്ത് കുറവായിരിക്കും. ഓക്കെ, നാരോ ബീം വിഡ്ത്ത് ആയിരിക്കും. സോ ജസ്റ്റ് ഓർത്തിരിക്കാം. ദെൻ ഡയറക്ടിവിറ്റി ആയിട്ടും റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഗെയിൻ ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഡയറക്ടിവിറ്റി. ആൻഡ് ഗെയിൻ ഈസ് ഈക്വൽ ടു ഡയറക്ടിവിറ്റി പ്രൊവൈഡഡ് ആന്റിന എഫിഷ്യൻസി ഈസ് 100%. ഓക്കെ, ആന്റിനയുടെ എഫിഷ്യൻസി 100% ആണെങ്കിൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡയറക്ടിവിറ്റി തന്നെയാണ്. ഓക്കെ, ഗെയിൻ ഈസ് ഈക്വൽ ടു ഡയറക്ടിവിറ്റി പ്രൊവൈഡഡ് ആന്റിന എഫിഷ്യൻസി ഈസ് 100%. ഇൻ അതർ വേർഡ്സ്, ഫോർ ആന്റിനാസ് വിത്തൗട്ട് എനി ഇന്റേണൽ ലോസസ് ഗെയിൻ ആൻഡ് ഡയറക്ടിവിറ്റി ആർ സെയിം. ഓക്കെ, അപ്പോൾ ഗെയിൻ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 100, ഗെയിൻ ഈസ് ഈക്വൽ ടു ഡയറക്ടിവിറ്റി ആണ് വെൻ ആന്റിന എഫിഷ്യൻസി ഈസ് 100%. ആന്റിനയുടെ എഫിഷ്യൻസി 100% ആകുമ്പോൾ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഡയറക്ടിവിറ്റി ആണ്. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ്, ഫോർ ആന്റിനാസ് വിത്തൗട്ട് എനി ഇന്റേണൽ ലോസസ് ഗെയിൻ ആൻഡ് ഡയറക്ടിവിറ്റി ആർ സെയിം, അതർവൈസ് നോട്ട്. ഓക്കെ, അപ്പൊ ഇന്റേണൽ ലോസസ് ഒന്നും ഇല്ലെങ്കിൽ, ആന്റിനയ്ക്ക് ഇന്റേണൽ ലോസസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഗെയിനും ഡയറക്ടിവിറ്റി എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇനി ലോസസ് ഒക്കെ ഉണ്ടെങ്കിൽ ഗെയിനും ഡയറക്ടിവിറ്റിയും സെയിം ആണെന്ന് പറയാൻ പറ്റുമോ, ഇല്ല. ലോസസ് ഉണ്ടെങ്കിൽ ഗെയിനും ഡയറക്ടിവിറ്റിയും സെയിം ആയിരിക്കില്ല. ഇന്റേണൽ ലോസസ് ഒന്നും ഇല്ലെങ്കിൽ ഗെയിനും ഡയറക്ടിവിറ്റിയും എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. ഓക്കെ, when efficiency is 10%, then gain and directivity are interchangeably used. Okay, അതായത് എഫിഷ്യൻസി 100%, 10% എന്ന് പറഞ്ഞാൽ 100%. എഫിഷ്യൻസി 100% മീൻസ് എഫിഷ്യൻസി 100%.
100% മീൻസ് എന്താണ്? മീൻസ് ഗെയിൻ ഈസ് ഈക്വൽ ടു ഗെയിൻ വിൽ ബി എന്ത് തന്നെയായിരിക്കും? ഗെയിൻ ഈസ് ഈക്വൽ ടു ഡയറക്ടിവിറ്റി. എഫിഷ്യൻസി 100% എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഗെയിനും ഡയറക്ടിവിറ്റിയും ഈക്വൽ ആണ്. Then although gain may be given in any direction from the antenna, but generally gain in the direction of maximum gain is taken. Okay, gain എന്ന് പറയുന്നത് given in any direction from the antenna. നമുക്ക് ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഏതൊരു ഡയറക്ഷൻസിൽ നിന്നും ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ജനറലി ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്ഷൻ ഓഫ് മാക്സിമം ഗെയിൻ ആയിരിക്കും. ഓക്കെ, മാക്സിമം ഗെയിൻ ഉള്ള ഡയറക്ഷനിലെ ഗെയിൻ ആയിരിക്കും നമ്മൾ ഗെയിൻ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഒരു ആന്റിന റേഡിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിൽ മാത്രമല്ല ആന്റിന റേഡിയേറ്റ് ചെയ്യുന്നത്, കുറേ ഡയറക്ഷൻസിൽ റേഡിയേറ്റ് ചെയ്യും. സോ നമുക്ക് എല്ലാ ഡയറക്ഷൻസിലെയും ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ഗെയിൻ എന്ന് പറയുന്ന ടേം ഉദ്ദേശിക്കുന്നത് മാക്സിമം ഗെയിൻ ഏത് ഡയറക്ഷനിലാണോ അല്ലെങ്കിൽ മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ ഗെയിൻ ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെയായിരിക്കും നമ്മൾ ഗെയിൻ എന്ന് ഡിനോട്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ the gain in a direction for which the radiation intensity phi is not maximum may be designated by specifying the angle phi at which it is measured. So നമുക്ക് gain maximum റേഡിയേഷൻ ഇൻറ്റൻസിറ്റി അല്ലാത്ത ഡയറക്ഷൻസിലെയും ഗെയിൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം? മേ ബി അത് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് ആംഗിൾ ഫൈ. ഓക്കെ, അത് ആംഗിൾ ഫൈ സ്പെസിഫൈ ചെയ്തുകൊണ്ടായിരിക്കണം അത് ഡെസിഗ്നേറ്റ് ചെയ്യേണ്ടത്. സോ സ്പെസിഫൈങ് ദി ആംഗിൾ ഫൈ അറ്റ് വിച്ച് ഇറ്റ് ഇസ് മെഷേർഡ്. നമ്മൾ ഏത് ആംഗിളിലാണോ ആ ഗെയിൻ മെഷർ ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി മാക്സിമം അല്ലാത്ത ഡയറക്ഷനിലാണെന്ന് പറഞ്ഞു, ആ ഡയറക്ഷനിൽ ഏത് ഡയറക്ഷനിലാണോ അത് അത് മെഷർ ചെയ്യുന്ന ആ ഡയറക്ഷൻ കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യണം. കാരണം സിംപിളി നമ്മൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യാതെ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് മാക്സിമം ഗെയിൻ എന്നാണ് മീനിങ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ ജനറൽ ദി സിമ്പിൾ G0 θ phi മേ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദി പർപ്പസ്. അപ്പോൾ നമ്മൾ മാക്സിമം ഗെയിൻ ആ മെഷർ ചെയ്യുന്നെങ്കിൽ നമുക്കിവിടെ വെറുതെ സിംപിളി G0 എന്ന് എഴുതിയാൽ മതി. ഇനി മാക്സിമം ഗെയിൻ അല്ല എങ്കിൽ എന്ത് എഴുതണം? G0 θ, ഫൈന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, G0 θ, ഫൈ ആൻഡ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യണം? φm ഡിവൈഡഡ് ബൈ ഫൈ ആയിരിക്കും എന്തെന്ന് പറയുന്നത് G0 എന്ന് പറയുന്നത്. ഓക്കെ, G0 എന്ന് പറയുന്നത് മാക്സിമം ഗെയിൻ ആയിരിക്കും. G0 θ, ഫൈ എന്ന് പറയുന്നത് ഏതായിരിക്കും? മാക്സിമം അല്ലാത്ത ഡയറക്ഷനിലുള്ള ഗെയിൻ ആയിരിക്കും. ആൻഡ് ഹിയർ നമ്മൾ φm ഡിവൈഡഡ് ബൈ θ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? φm ഡാഷ് ഡിവൈഡഡ് ബൈ θ0 എന്ന് പറയുന്നത് G0 റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഹിയർ നമുക്കിതെന്ന് പറയുന്നത് എന്താണ്? ആ ഡയറക്ഷനിലുള്ള G0. ഓക്കെ, ആ ഡയറക്ഷനിലുള്ള ഗെയിൻ. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലുള്ള ഗെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി G0 θ, ഫൈ ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം. G0 ഇൻറ്റു എന്ത് എഴുതാം? ഫൈ ഡിവൈഡഡ് ബൈ ഫൈ എം. ഫൈ ഡിവൈഡഡ് ബൈ ഫൈ എം എന്ന് ഇടാം. ഫൈ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ആണ്. ഫൈ എന്ന് പറയുന്ന റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് θ ആൻഡ് ഫൈ. ഓക്കെ, ഫൈ എം റെപ്രസെന്റ് ചെയ്യുന്നത് മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ആൻഡ് സിംപ്ലി ഫൈ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് θ ആൻഡ് ഫൈ. സോ ആംഗിൾ θ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് കോലാറ്റിറ്റ്യൂഡ്, ആംഗിൾ ഫൈ എന്ന് പറയുന്നത് പോളാർ ആംഗിൾ. ഓക്കെ, ഇതൊക്കെ നമുക്കറിയാം. നമ്മളിവിടെ ആംഗിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ശരിക്കും ഫൈ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പക്ഷെ നമ്മളിവിടെ ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കാരണം എന്താണ്? നമ്മൾ ഓൾറെഡി റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഫൈന് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് ആംഗിളിനെ ഈ സിമ്പൽ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ സാധാരണ ഗെയിൻ മെഷർ ചെയ്യുന്നത് മാക്സിമം റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഉള്ള ഡയറക്ഷനിലാണ്. സോ അതിന് നമ്മൾ സിംപ്ലി G0 എന്ന് റെപ്രസെന്റ് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ വേറെ ഏതെങ്കിലും ഡയറക്ഷനിൽ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അതിനെ G0 ആംഗിൾ വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യണം. G0 θ, ഫൈ എന്ന് റെപ്രസെന്റ് ചെയ്യണം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? that will be equal to phi divided by phi m G0 ആയിരിക്കും. phi എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ഇൻ ദ ഡയറക്ഷൻ ഓഫ് θ ആൻഡ് phi m is the maximum radiation intensity.